നിങ്ങൾ വീഡിയോസൊക്കെ 2x കാണുന്നവരാണോ? അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ സമ്മറി അറിയാൻ വേണ്ടി ഇപ്പോൾ പുതിയ ടൂളൊക്കെ വന്നിട്ടുണ്ടല്ലേ, AI ടൂള്, അതൊക്കെ യൂസ് ചെയ്ത് സമ്മറി ഒക്കെ എടുക്കുന്നവരാണോ? അതല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണോ? കണ്ടന്റ് എവിടെ അവിടെ മാത്രം നോക്കി കാണുന്നവരാണോ? അതും അല്ലെങ്കിൽ റീൽസ് ഒരുപാട് നേരം കാണുന്നവരാണോ? എന്നാൽ സൂക്ഷിക്കണം, നിങ്ങൾക്ക് ബ്രെയിൻ റോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ. അതായത് നമ്മൾ എപ്പോൾ മുതലാണ് ഇത്രയും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് അതേപോലെ ഈ കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത്? നമുക്ക് ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടിയ സമയത്തിലെ ജിയോ വന്ന് ജനങ്ങളിലോട്ട് നെറ്റിൻ്റെ ഒരു അഡിഷൻ ഇട്ട് തന്നു അല്ലേ. അപ്പം നമ്മൾ എന്തായി, നമ്മൾ കൂടുതൽ നേരം നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ്, അപ്പോൾ കൂടുതൽ നേരം ഇതിലോട്ട് എങ്ങനെ ഇരുന്ന് നമ്മൾ അതിന് അഡിക്റ്റായി. ഇപ്പം നമ്മൾ മാസം റീചാർജ് ചെയ്യണം. അപ്പോൾ ഡെയിലി ഇത്ര കോട്ടയാണ്, 1 GB അല്ലെങ്കിൽ 2 GB ഡെയിലി അൺലിമിറ്റഡ് ഡാറ്റ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസത്തെ കോട്ട തീരാത്തപ്പോൾ നമ്മൾ വിചാരിക്കും അതങ്ങ് തീർത്തേക്കാന്ന് കരുതിയിട്ട് അത് മുതലാക്കാൻ വേണ്ടി, ആ കൊടുത്ത പണം മുതലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സമയം ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കളയും അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു രാവിലെ എണീക്കാൻ നോക്കാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മൊബൈൽ ഫോൺ എടുക്കൂലേ. ഒട്ടുമിക്ക ആളുകളുടെയും കാര്യമായിട്ട് പറഞ്ഞ് വളരെ കുറച്ച് ആളുകൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ടായിരിക്കും. അധികം ആളുകളും മൊബൈൽ ഫോൺ എടുക്കും, അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും, ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മളെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസമാക്കണം എന്നൊക്കെ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ, മറ്റൊരാളുടെ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ അല്ലേ. അയാൾ അന്നത്തെ ദിവസം ചെയ്ത ജോലികൾ, അയാൾ കൃഷി ഉണ്ടാക്കിയതും അയാൾ മറ്റു കാര്യങ്ങൾ ചെയ്തതും അവിടെ പോയതും ഇവിടെ പോയതൊക്കെ കാണുമ്പോൾ നമുക്കൊരിത്തിരി നേരത്തെ ഒരു ഡോപ്പമിൻ റിലീസ് ചെയ്ത് നമുക്കൊരിത്തിരി നേരത്തെ ഒരു നമ്മളെന്തോ ചെയ്ത പോലത്തെ ഒരു ഫീൽ അല്ലേ. ചില കുട്ടികളുടെ ജേണലൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ജേണലൊക്കെ ചെയ്യാൻ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളത് ചെയ്യൂല. പക്ഷെ അത് കണ്ടിട്ട് വാവ്, അത് കണ്ട് ഒരു ഇത്തിരി നേരത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അവർ ചിരിക്കുമ്പോൾ അവർക്ക് എന്തോ കിട്ടുമ്പോൾ നമ്മൾ ചിരിക്കുക, നമുക്കെന്തോ കിട്ടിയ ഒരു ഇത്തിരി നേരത്തെ സമാധാനം. പക്ഷേ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. രാവിലെ മുതൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നേ ഉള്ളൂ അല്ലേ. നമ്മളുടേതായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പം നമ്മൾ ഈ ബ്രെയിൻ റൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. കൺസ്യൂം ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പറ്റുമെങ്കിൽ രാവിലെ തന്നെ ഒരു ജേണലൊക്കെ എഴുതി തുടങ്ങാം. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് ജേണൽ ചെയ്യാഞ്ഞിട്ടാ, വേറെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ മുൻകൂട്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ചെയ്യാനുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഒരു തീരുമാനത്തിലെത്തും അല്ലേ. അപ്പം നമുക്ക് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ വിലയിരുത്താനും കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് നമ്മളുടെ ദിവസങ്ങൾ വാല്യൂ ഉള്ളതാക്കാൻ മാറ്റാനും കുറച്ചുകൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിലുള്ള ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ജേർണൽ ചെയ്യാം. അല്ലെങ്കിൽ എന്നും വേണ്ട, വലിയ നല്ല ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യുന്നു വേണ്ട. ഇന്ന് ഞാൻ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതും ഫോണിൽ ഫീഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ ചിലരുണ്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ തന്നെ എഴുതിവിടും. എന്നിട്ട് എന്ത് ചെയ്യും, അതൊക്കെ ചെയ്തോ എന്നൊക്കെ നോക്കൂലേ. അത് നോക്കാൻ വേണ്ടി തുറക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഫേസ്ബുക്കിൽ നോക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നോക്കും, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കും. ഈ സാധനം അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു പേപ്പറിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നമ്മളെ ദിവസങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ പോയിന്റ് കേട്ടാൽ നിങ്ങൾക്ക് ഇത്തിരി തമാശയായിട്ട് തോന്നും കേട്ടോ. മടി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് വെറുതെ റിലാക്സായി നിങ്ങളുടെ ചിന്തയിലോട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് പോലും സ്വന്തമായിട്ടൊരു ചിന്തയിൽ മുഴുകിയിരിക്കാൻ പറ്റാത്തവരാണ് നമ്മളിൽ പലരും. അപ്പോഴും നമ്മളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. മൊബൈൽ ഫോണിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും നമ്മളെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം നമ്മളെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ ഈ വെറുതെ ഇരിക്കുന്നത്, ഈ മടി പിടിച്ചിരിക്കുന്നത് ഹെൽപ്പായിരിക്കും. മടി പിടിച്ചൊരു 10 മിനിറ്റ് ഒന്നും ചെയ്യാതെ ഫോണിലൊന്നും നോക്കാതെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റുമോ?
നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്യൽ അത്യാവശ്യമാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും ചെയ്യാതെ ഒന്ന് ഇരുന്ന് നോക്കൂ, നിങ്ങളിലോട്ട് നോക്കി ഇരുന്ന് നോക്കൂ. ചില ആളുകൾക്കെങ്കിലും അത് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായി പോകും. കാരണം അവർ പോലും അറിയാതെ അവർ ഫോൺ എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ എണീറ്റിട്ടുണ്ടായിരിക്കും. കാരണം അവർ ഓൾറെഡി ഈ ഒരു അസുഖത്തിന് കീഴ്പ്പെട്ടു പോയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത്തരക്കാരുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണെന്നല്ലേ, മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ തെറ്റായ കാര്യങ്ങൾ, മോശം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം നമ്മൾ ഈ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലെത്തിയത് അല്ലേ. നമ്മൾ ഈ ഒരു കാര്യം ഇപ്പം നമ്മൾ ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അവരെന്തായാലും ചെയ്യേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം. അതായത് ഈ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ, ഫിലിമിൻ്റെ സമ്മറൈസ് പറയുക, അല്ലെങ്കിൽ വലിയൊരു കാര്യത്തിനെ വളരെ ചുരുക്കി അവതരിപ്പിക്കുക, റീൽസുകൾ കാണുക. കാരണം ഒരു സിനിമയിൽ പറയാനുള്ള സംഭവം ഒരു കുഞ്ഞു ഫ്യൂ മിനിറ്റ്സിൻ്റെ റീൽസിൽ കഥ പറഞ്ഞു തീരുന്നുണ്ട് അല്ലേ. അപ്പം അത്തരത്തിലുള്ള പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തുന്ന ഷോർട്ട് ഫോമുകൾ ഒഴിവാക്കിയിട്ട് ലോങ് വീഡിയോസ് കാണുക, ലോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോൺ എടുത്ത് മാറ്റാൻ ആരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ടോ. പിന്നെ ഏകാഗ്ര പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ റീൽസൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ കൂടുതൽ പ്രകൃതിയിലോട്ട് ഇറങ്ങാൻ നോക്കുക, ഫാമിലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയങ്ങൾ കൂട്ടുക. വീട്ടിലൊക്കെ മൊബൈൽ ഫോണിന് ഇത്ര സമയം, ഉറങ്ങുന്നതിൻ്റെ മുന്നൊന്നും എന്തായാലും ഫോൺ എടുക്കൂല, ഉറങ്ങാൻ വേണ്ടി റൂമിലോട്ട് വന്ന ഫോൺ എടുക്കൂല എന്ന് ശപഥം ചെയ്യുക. ഇതൊക്കെ തുടക്കക്കാർക്ക് പറ്റൂല കേട്ടോ. ഞാൻ ഈ പോയിൻ്റൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ, ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഈസി അല്ലേ, സിമ്പിൾ അല്ലേ എന്നല്ലേ. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇന്നത്തെ തലമുറയിലുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ള ഒരു 80% ആളുകൾക്കും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഈ ഉറങ്ങുന്നതിന് മുന്നേ മൊബൈൽ ഫോൺ മാറ്റി വെക്കാനോ, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ ഈ 1 മണിക്കൂർ മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സ്റ്റേജിലോട്ട് മാറാനൊന്നും കഴിയൂല. കാരണം നമ്മൾ അത്രമേൽ ഈ മൊബൈൽ ഫോണിനും ഇൻ്റർനെറ്റിനും അടിമപ്പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ എത്ര മണിക്കൂർ റീൽസ് കാണുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് അത് പതുക്കെ പതുക്കെ കുറക്കാനൊക്കെ, കുറച്ച് കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മാർഗമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കാരണം എന്താ വെച്ചാൽ എത്ര മണിക്കൂറാണ് നിങ്ങൾ റീൽസ് കാണുന്നത് എന്നെ കുറിച്ച് പോലും നിങ്ങൾക്ക് ബോധമില്ല. അത്രമേൽ നിങ്ങൾ അതിൽ അഡിക്റ്റ് ആയിരിക്കുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്ന ഈ ഒരു എന്താ പറയുക, കവചത്തിനുള്ളിൽ നിന്ന് പുറത്തോട്ടിറങ്ങി, റീലിൽ നിന്ന് റിയലിലോട്ട് ഇറങ്ങി ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. എല്ലാവരുടെയും സമയങ്ങളും ക്വാളിറ്റി ഉള്ളതാവട്ടെ.